എറണാകുളം എം ജി റോഡിൽ ജാക്കി ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ചെരിഞ്ഞ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് അഗ്നിശമന സേന. കെട്ടിടം ഭാഗികമായി തകർന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് കെട്ടിടം ചെരിഞ്ഞത്. അബ്ദുൾ റഹീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീം, ഈ കെട്ടിടം എവിടെയാണ്? ഇതിനടുത്ത് കെട്ടിടം ചെരിഞ്ഞെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഇത് ചെരിഞ്ഞിരിക്കുന്നത്? അവിടെയൊക്കെ ജനവാസ മേഖലയൊക്കെയാണോ? അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഇത് ഭീഷണിയാണോ? എന്താണ് വിവരങ്ങൾ? ശ്യാമലി, ഇന്നലെ ഏതാണ്ട് 5:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എം ജി റോഡിൽ, അതായത് എറണാകുളം എം ജി റോഡിന് സമീപമുള്ള ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടം കഴിഞ്ഞ കുറേ നാളുകളായി ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ കെട്ടിടത്തിൽ താന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അപ്പോൾ അവിടെ വെള്ളം കയറാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണ് ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്ക് ഇത് ജാക്കി ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ട്, അതായത് 4 അടിയോളം ഉയർത്തിക്കൊണ്ട് ഇതിന്റെ അടിത്തറയൊക്കെ കെട്ടാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതും അതിനെ കമ്പനിക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ജാക്കി വെക്കുന്നതിൽ വന്ന ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ കെട്ടിടം ചെരിയാൻ ഇടയായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും തൊട്ടടുത്തൊരു ബാങ്ക് കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ അഗ്നിരക്ഷാസമര സേന നൽകിയിട്ടുള്ള നിർദ്ദേശം. കാരണം മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണാൽ സ്വാഭാവികമായി ഇത് ചാഞ്ഞു നിൽക്കുന്ന അടുത്ത കെട്ടിടത്തിനും കാര്യമായ തകരാറുകൾ ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണം എന്നൊരു നിർദ്ദേശം അഗ്നിരക്ഷാസേന നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഇത് ഇനി ഏതെങ്കിലും തരത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ തന്നെ ഈ കെട്ടിടം തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടൽ പൊളിച്ച് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ കെട്ടിടത്തിന് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണെങ്കിൽ മാത്രമേ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഉടമസ്ഥന്റെയും അതോടൊപ്പം തന്നെ ഇത് പണി തുടങ്ങിയിട്ടുള്ള ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനിയുടെ നിലപാട്. ഏതായാലും ആ വിഷയത്തിൽ ഇനിയിപ്പോൾ ഒരു ചർച്ച ചിലപ്പോൾ നടന്നേക്കും. കൂടുതൽ മഴ കനക്കുകയാണെങ്കിൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണം എന്ന നിലപാടിൽ തന്നെയായിരിക്കും ഫയർഫോഴ്സ് ഉണ്ടാവുക. ഏതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്യാമിലി.